ഭവന വാഹന വ്യക്തിഗത വായ്പാ തിരിച്ചടവുള്ളവർക്ക് വലിയ ആശ്വാസമാകുന്ന പ്രഖ്യാപനമാണ് ഇന്ന് റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. റിപ്പോ നിരക്ക് 0.5% വെട്ടിക്കുറയ്ക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി തീരുമാനിച്ചു. 6% നിന്ന് 5.5%ലേക്കാണ് റിപ്പോ നിരക്ക് കുറച്ചത്. തുടർച്ചയായ 3ാം തവണയാണ് റിപ്പോ നിരക്കിൽ ഈ കുറവ് വരുന്നത്. പണപ്പെരുപ്പം കുറയുന്നതോടൊപ്പം വളർച്ചയ്ക്ക് മുൻഗണന നൽകേണ്ട സാഹചര്യവും കണക്കിലെടുത്താണ് RBIയുടെ തീരുമാനം. നടപ്പ് സാമ്പത്തിക വർഷത്തെ വളർച്ച അനുമാനം 6.5% RBI നിലനിർത്തിയിട്ടുമുണ്ട്. കഴിഞ്ഞ 3 മാസമായി പണപ്പെരുപ്പം 4% എന്ന ലക്ഷ്യത്തിന് താഴെയായി തുടരുകയുമാണ്. വരും മാസങ്ങളിൽ പണപ്പെരുപ്പം ഇനിയും കുറയാനാണ് സാധ്യതയെന്നാണ് റിസർവ് ബാങ്കിന്റെ വിലയിരുത്തൽ. എങ്ങനെയാണിത് സാധാരണക്കാർക്ക് ഇപ്പോൾ ലോൺ എടുത്ത ആളുകൾക്ക് എങ്ങനെയാണ് ഇത് ഗുണകരമായി മാറുക എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ശ്രീ ആദികേശവൻ, ബാങ്കിംഗ് വിദഗ്ധൻ, ബാങ്കിംഗ് മേഖലയിൽ ദീർഘകാലം പ്രവർത്തിച്ച ബാങ്കിംഗ് വിദഗ്ധൻ ശ്രീ ആദികേശവൻ നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ആദികേശവൻ, എങ്ങനെയായിരിക്കും ഒരു ലോൺ എടുത്ത ആൾക്ക് ഇതിന്റെ ഗുണം കിട്ടുക? എന്താണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം? രതീഷ്, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴും ഈ കാര്യം പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ഇന്ന് 0.5% അല്ലെങ്കിൽ 50 ബേസിസ് പോയിന്റ്സ് ആണ് റിസർവ് ബാങ്കിന്റെ റിപ്പോ നിരക്കിൽ വരുത്തിയിട്ടുള്ള കുറവ്. പക്ഷേ ഫെബ്രുവരി മുതൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 മാസത്തിനകം 6% നിന്നും 5.5% കുറഞ്ഞിരിക്കുകയാണ് റിസർവ് ബാങ്കിന്റെ റിപ്പോ റേറ്റ്. അപ്പൊ മൊത്തം 1% കുറവ് പലിശ നിരക്കില് ഈ 4-5 മാസത്തിന്റെ കാലയളവിൽ തന്നെ റിസർവ് ബാങ്ക് വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വായ്പ എടുത്തിട്ടുള്ള ആൾക്കാർ, അവർ ഏത് മേഖലയിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും, വലിയ കമ്പനികളാണെങ്കിലും ശരി, വ്യക്തിഗത ഇൻഡിവിജ്വൽ വായ്പയായിട്ടുള്ള കാറിന് വേണ്ടി, സ്കൂട്ടറിന്, 2 വീലർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഭവന വായ്പ എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും, MSME നമ്മൾ പറയാറുണ്ടല്ലോ, ചെറുകിട ഇടത്തരം സൂക്ഷ്മ യൂണിറ്റുകള്, സംരംഭകര്, എല്ലാ വായ്പയ്ക്കും ഏകദേശം 1% കുറവ് വരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ശരിക്കുമുള്ള ഇമ്പാക്റ്റ് പലിശയുടെ ഔട്ട്ഗോയിൽ പലിശ കൊടുക്കുന്ന ആ ഇനത്തില് ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ EMI മാസ തിരിച്ചടവില് ഏകദേശം ഒരു 60 രൂപയോളം വ്യത്യാസമുണ്ട്. അതായത് ഒരു വർഷം 1 ലക്ഷം രൂപയ്ക്ക് 600 തൊട്ട് 700 രൂപ വരെയുള്ള വ്യത്യാസം ഈ റിസർവ് ബാങ്കിന്റെ റിപ്പോ നിരക്ക് കുറച്ച ഒറ്റ കാരണം കൊണ്ടും തന്നെ ഇടപാടുകാർക്ക് നേട്ടമുണ്ടാവും. ഇത് കൂടാതെ റിസർവ് ബാങ്ക് ഇന്ന് പ്രഖ്യാപിച്ച വേറൊരു പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നമ്മുടെ ഈ CRR എന്ന് പറയും. അതായത് 100 രൂപ ഒരു ബാങ്കിന് നിക്ഷേപമായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും അവർക്ക് വായ്പയായി കൊടുക്കാൻ സാധിക്കില്ല. RBI നിയമപ്രകാരം 100-ൽ 18 രൂപ ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, സർക്കാർ ഇറക്കുന്ന കടപ്പത്രങ്ങളിൽ നിക്ഷേപിക്കേണ്ടി വരും ബാങ്കുകൾക്ക്. കൂടാതെ 4 രൂപ ക്യാഷായിട്ട് മാത്രം, 100 രൂപ നിക്ഷേപത്തിലെ 4 രൂപ ക്യാഷായിട്ട് തന്നെ റിസർവ് ബാങ്കിന്റെ പക്കൽ സൂക്ഷിക്കണം. കാരണം ബാങ്കുകൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു നഷ്ടമോ വലിയ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാഷും പിന്നെ 18 രൂപയും അതിന്റെ ഒരു നീക്കിയിരിപ്പായിട്ട്, ലിക്വിഡിറ്റി ആയിട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് റിസർവ് ബാങ്കിന്റെ നോം. ആ 4 രൂപ ഇപ്പോൾ 4% എന്നുള്ളത് ഇപ്പോൾ 3% ആക്കുക വഴി മൊത്തത്തിൽ വായ്പ കൊടുക്കാനായിട്ടുള്ള ബാങ്കുകളുടെ കെൽപ്പ് വർദ്ധിക്കുകയാണ്. അത് 2.5 ലക്ഷം കോടിയോളം രൂപ അധികമായിട്ടുള്ള വായ്പ കൊടുക്കാനായിട്ട് ബാങ്കുകൾക്ക് സാധിക്കും. അപ്പൊ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: വായ്പ കൊടുക്കാനായിട്ടുള്ള തുക ബാങ്കുകളുടെ കയ്യിൽ വർദ്ധിപ്പിക്കുന്നു, അതോടൊപ്പം വായ്പയ്ക്ക് ഈടാക്കുന്ന പലിശ നിരക്ക് അല്ലെങ്കിൽ ലോഡ്, ഒരു ബാധ്യത 1%-ഓളം 4-5 മാസം കൊണ്ട് കുറഞ്ഞിരിക്കുന്നു. ഇതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം വിപണിയില് വായ്പയുടെ ഡിമാൻഡ് കൂട്ടാൻ സാധിക്കും, വായ്പ കൊടുക്കാനുള്ള കെൽപ്പ് ബാങ്കുകൾക്ക് വർദ്ധിക്കുന്നു. മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത് ഇടപാടുകാർ മനസ്സിലാക്കേണ്ടത്, വായ്പയുടെ നിരക്ക് കുറയും എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുകയ്ക്കുള്ള പലിശ നിരക്ക്, നിക്ഷേപത്തിനുള്ള പലിശ നിരക്കും കുറയാനുള്ള സാധ്യത ഇതിനോടൊപ്പമുണ്ട്. അപ്പൊ 2 വശത്തും പലിശ നിരക്ക് കുറയും. വായ്പ എടുക്കുന്നവർക്ക് നേട്ടവും നിക്ഷേപകർക്ക് ഒരു പലിശ നിരക്കിലുള്ള കുറവും പ്രതീക്ഷിക്കാം. പക്ഷെ ഇന്ന് നിക്ഷേപകർ മിക്കവാറും ബാങ്കുകളിൽ നിക്ഷേപത്തിനേക്കാൾ ഉപരി മ്യൂച്വൽ ഫണ്ടില്, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെയാണ് നിക്ഷേപിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നിപ്പം സ്റ്റോക്ക് മാർക്കറ്റും ഏകദേശം, ഞാൻ മനസ്സിലാക്കുന്നത്, ഏകദേശം 1000 പോയിന്റ് സെൻസെക്സ് ഉയരുകയുണ്ടായി. അപ്പൊ മൊത്തത്തില് വിപണിയില് സ്റ്റോക്ക് മാർക്കറ്റില് കുറച്ചധികം നേട്ടം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ
സ്റ്റോക്സിന്റെ മിക്കവാറും എല്ലാ ഓഹരികളുടെയും വില കൂടുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒരുപക്ഷെ ആൾക്കാർ കൂടുതൽ നിക്ഷേപിക്കാനുള്ള SIP പോലത്തെ ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പോലത്തെ പദ്ധതികളിൽ നിക്ഷേപിക്കാനായിട്ട് ആൾക്കാർ കൂടുതൽ തയ്യാറാവും. എന്തായാലും വായ്പാ ഇനത്തില് നിസ്സംശയം വായ്പ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് നേട്ടം ഉണ്ടാവും. ഇതാണ് ഇന്നത്തെ ഈ അനൗൺസ്മെന്റ് ഒരു രത്ന ചുരുക്കം. തീർച്ചയായും സാർ. അതോടൊപ്പം തന്നെ ഈ ഒരു തിരിച്ചടവിലെ ഒരു ബാധ്യതയൊക്കെ ഒരു വലിയ പ്രതിസന്ധിയായി കണ്ട ചിലരെങ്കിലും ഈ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ പുതിയ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ അത്തരത്തിൽ പിൻവലിഞ്ഞു നിന്നിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പലിശ നിരക്കൊക്കെ കുറഞ്ഞൊരു സാഹചര്യത്തിൽ അവർക്കത് എത്രത്തോളം ഗുണം ചെയ്യും? പുതിയൊരു സ്കീം എപ്പോഴായിരിക്കും? പുതിയ സ്കീമുകൾ എപ്പോഴും ഈ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പുതിയ സ്കീമുകൾ വരുമോ? ബാങ്കുകൾ പുതിയ സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? കൂടുതൽ വായ്പ നൽകാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണല്ലോ, പലിശ കുറഞ്ഞ്. ആ സ്കീമുകൾ എപ്പോഴേക്കും നമുക്ക് പ്രതീക്ഷിക്കാനാകും? അതെ, രതീഷ് ഹിമാദ്യം പറഞ്ഞതുപോലെ, അതായത് ഇന്ന് ഇതിനകം തന്നെ ഈ ഇൻഡസ്ട്രിയിൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഉൽപാദന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഇപ്പം ടൂ വീലർ മാനുഫാക്ചർ ചെയ്യുന്ന TVS അല്ലെങ്കിൽ ബജാജ് പോലത്തെ കമ്പനികളിലെ ആൾക്കാർ, അതേപോലെ നിർമ്മാണ മേഖലയിൽ പെട്ടിട്ടുള്ള കമ്പനികൾ, നമ്മുടെ ഹൗസിംഗ് പ്രോജക്ട്സ്, വലിയ കെട്ടിട സമുച്ചയങ്ങൾ നിർമ്മിക്കുന്ന ആ കമ്പനി ഉടമസ്ഥരെല്ലാം ഇതിനകം തന്നെ ഇതിനെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. കാരണം അവരും പ്രതീക്ഷിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വായ്പയുടെ പലിശ നിരക്ക് കുറയുമ്പോൾ ഇപ്പോഴും വായ്പ എടുത്ത ആൾക്കാർക്ക് ആശ്വാസം കിട്ടും എന്ന് മാത്രമല്ല, പുതിയതായിട്ട് വായ്പ എടുക്കാൻ ആലോചിക്കുന്ന ആൾക്കാർ അവരുടെ വായ്പാ ബാധ്യത നേരത്തെക്കാളും കുറഞ്ഞു നിൽക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ട് വായ്പയുടെ ഡിമാൻഡ് കൂടും. അതുകൊണ്ട് ഈ ടൂ വീലർ മാനുഫാക്ചറേഴ്സ്, കാർ ഉണ്ടാക്കുന്ന ആൾക്കാര്, പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ്, ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ് മുതലായവയിൽ കൺസ്ട്രക്ഷനിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാർ, ഇവരെല്ലാം വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇന്നത്തെ വായ്പ റിപ്പോ നിരക്ക് കട്ടിനെ കുറിച്ച്, റിപ്പോ നിരക്ക് കുറച്ചതിനെ കുറിച്ച് അഭിപ്രായം വന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഡിമാൻഡ് കൂടും. ആൾക്കാർക്ക് കുറച്ചുകൂടി ഡിസ്പോസബിൾ ഇൻകം, അതായത് സർപ്ലസ് ആയിട്ട് മിച്ചം വരുന്ന തുക, നമുക്ക് മാസവരുമാനം ഉള്ള സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് മിക്കവാറും ആൾക്കാർ, അല്ലെങ്കിൽ വേറെ ഇൻഫോർമൽ സെക്ടറിൽ പണിയെടുത്തിട്ട് ഓരോ മാസവും പ്രതിദിനം വരുമാനമൊക്കെ നോക്കി ജീവിക്കുന്ന ആൾക്കാരാണ്. അവരുടെ കയ്യിലുള്ള ഡിസ്പോസബിൾ ഇൻകം ഇന്നത്തെ പലിശ നിരക്ക് കുറച്ചത് വഴി കൂടാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് ഈ വസ്തുക്കൾക്കുള്ള ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അത് തന്നെയാണ് ഒരു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിത്തറയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡിമാൻഡ് വർദ്ധിപ്പിക്കുക, വളർച്ച പ്രോത്സാഹിപ്പിക്കുക, സാധാരണക്കാരുടെ കയ്യിലുള്ള സർപ്ലസ് വരുമാനം കുറച്ചുകൂടി ഒന്ന് ഉയർത്തുക എന്നുള്ളതൊക്കെ ലാക്കാക്കി തന്നെയാണ് ഈ നടപടികൾ. അതിനോടൊപ്പം നാം മനസ്സിലാക്കേണ്ടത്, വളർച്ചാ നിരക്ക് 6.5 അല്ലെങ്കിൽ 6.4 എന്നൊക്കെ ഉള്ളതാണ് ഇപ്പം വർത്തമാനം കേൾക്കുന്നത്. എന്തായാലും 6% ഉയർന്ന ഒരു വളർച്ചാ നിരക്ക് നമ്മുടെ രാജ്യത്തിന് ഉണ്ടാവും എന്നുണ്ടെങ്കിലും, ഈ ട്രംപിന്റെ ടാരിഫ് തുടർന്നിട്ടുള്ള പ്രശ്നങ്ങള്, അന്താരാഷ്ട്ര തലത്തിലുള്ള മറ്റുള്ള സംഭവ വികാസങ്ങളെല്ലാം അസ്ഥിരതയ്ക്ക് വഴി സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത് എന്ത് സംഭവിക്കും, എക്സ്പോർട്സിനെ, കയറ്റുമതിയെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കും എന്നുള്ളത് ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല, ചിത്രം വ്യക്തമല്ല. കാരണം ട്രംപിന്റെ നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത് പൂർണ്ണമായിട്ടും വിപണിക്കോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾക്കോ ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ ആ അസ്ഥിരത ഒരു പക്ഷെ നമ്മുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചേക്കാം, വളർച്ചാ നിരക്ക് കുറച്ചേക്കാം, എക്സ്പോർട്സ് കൊണ്ടുള്ള നേട്ടം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരുപക്ഷെ ഈ വർഷം കുറഞ്ഞേക്കാം. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ചെയ്യേണ്ടത് ഡൊമസ്റ്റിക് ഡിമാൻഡ്, ആഭ്യന്തര ഡിമാൻഡ് വർദ്ധിപ്പിക്കുക, രാജ്യത്തുള്ള സാധാരണ ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ കാശ് എത്തിക്കുക, അവർക്ക് സർപ്ലസ് ഇൻകം ഉണ്ടാക്കി കൊടുക്കുക, ആ ഡിമാൻഡിനെ പ്രചോദിപ്പിക്കുക. ഇതൊക്കെയാണ് ഈ പോളിസി ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ലക്ഷ്യം ഈ വർഷം. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എന്നാണല്ലോ അങ്ങ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇനി നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ്, എങ്കിലും എല്ലാവരുടെ അറിവിലേക്ക് വീണ്ടും ഒന്നുകൂടി ആ പോയിന്റിൽ കുറെ കൂടി ഒന്ന് കേന്ദ്രീകരിച്ചാൽ നന്നാവും എന്ന് തോന്നുന്നു. ഇപ്പോൾ നിലവിൽ EMI ഉള്ള ആളുകൾ, നിലവിൽ ലോൺ അടച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് എങ്ങനെയായിരിക്കും ഈ റിപ്പോ നിരക്കിലെ കുറവ് അവരുടെ പലിശ നിരക്കിൽ റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത്? എങ്ങനെയായിരിക്കും അതിന്റെ പ്രോസസ്സ്? എങ്ങനെയായിരിക്കും? എത്ര സമയം കൊണ്ട് അത് എഫക്റ്റിൽ വരും? മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, പലിശ നിരക്ക് കുറയുന്നത് വഴി ഈ EMI അല്ലെങ്കിൽ മാസത്തവണകളിൽ കുറവ് വരും എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. പൊതുവെ ഒരു കണക്ക് പറഞ്ഞാൽ
1 ലക്ഷം രൂപയുടെ വായ്പ ഉള്ള ഒരാൾക്ക് ഈ 1% കുറവ് വഴി, അതായത് ഞാൻ ഇപ്പോഴത്തെ 0.5%, ഫെബ്രുവരി, പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നത് ഏപ്രിലാണെന്ന് തോന്നുന്നു, 2 മീറ്റിംഗ് കഴിഞ്ഞപ്പോഴും 0.5% കുറയ്ക്കുകയുണ്ടായി. അത് പുതിയ ഗവർണർ ശ്രീ സഞ്ജയ് മൽഹോത്ര, നേരത്തെ ഗവൺമെന്റ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം, കേന്ദ്ര സർക്കാരിന്റെ ഫിനാൻഷ്യൽ സെക്ടറിലെ ഒരു സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷമാണ് ഈ 1% കുറവ് ഇളവ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ മൊത്തത്തിലുള്ള ഒരു ഇഫക്റ്റ് സാധാരണക്കാർക്ക് നമ്മൾ പറഞ്ഞ പോലെ ഒരു വർഷം 1 ലക്ഷം രൂപയുടെ പുറത്ത് ഏകദേശം 600-700 രൂപയുടെ പലിശ ബാധ്യതയല്ല, EMI-ലുള്ള കുറവ് നമുക്ക് പ്രതീക്ഷിക്കാം. പലിശയാണെന്നുണ്ടെങ്കിൽ 1% കുറഞ്ഞു. അപ്പോൾ 8, 9, 10% വായ്പാ നിരക്കായിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും 10 എന്നുള്ളത് 9-ആയും 9 നിന്നുള്ള 8-ആയും 8 എന്നുള്ളത് 7%-ലേക്കും 8% പലിശ ഭവന വായ്പയ്ക്കൊക്കെ കാണും. ഭവന വായ്പ മിക്കവാറും എനിക്ക് തോന്നുന്നു 8% അല്ലെങ്കിൽ 7.25, 8 ആ നിലവാരത്തിലെത്താനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് ബാങ്കുകൾ സാധാരണ നടപ്പിലാക്കുന്നത് അവരുടെ സിസ്റ്റത്തിൽ ഈ എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ലിങ്ക്ഡ് റേറ്റ് എന്ന് പറയും, റിപ്പോ റേറ്റിന് ആനുപാതികമായിട്ടുള്ള കുറവ് അവർ സിസ്റ്റത്തിൽ തന്നെ വരുത്തും. പ്രത്യേകിച്ചുള്ള ഒരു അപേക്ഷ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ വായ്പ എടുത്തിട്ടുള്ള ആൾക്കാർ എന്തായാലും ബാങ്കിൽ ചെക്ക് ചെയ്യുന്ന നന്നായിരിക്കും. കാരണം പല ബാങ്കുകൾക്കും പല രീതിയിലാണ് ഇത് എഫക്റ്റീവായിട്ട് വരുത്തുന്നത്. ചില ബാങ്കുകൾ 2-3 ദിവസത്തിനകം തന്നെ ഈ കുറവ് പലിശ അവരുടെ അക്കൗണ്ടിൽ പ്രതിഫലിക്കും. മറ്റു ചില ബാങ്കുകൾ കുറച്ച് കാലതാമസം ഉണ്ടാവും. ഇടപാടുകാരെന്തായാലും ചെയ്യേണ്ടത് ബാങ്കിൽ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക. പ്രത്യേകിച്ചുള്ള അപേക്ഷയോ അല്ലെങ്കിൽ ലെറ്ററോ ആപ്ലിക്കേഷനോ ഒന്നും ഇതിന് കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. ശരി, തീർച്ചയായും സാർ. അപ്പം എന്തായാലും സാധാരണക്കാരനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം RBI റിപ്പോ നിരക്ക് കുറയ്ക്കുമ്പോൾ അതിന്റെ ഗുണഫലം അവർക്ക് എന്ന് മുതൽ ലഭിച്ചു തുടങ്ങും, ഏതൊക്കെ മേഖലകളിലാണ് ഇത് റിഫ്ലക്ട് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെയായിരുന്നു അറിയേണ്ടിരുന്നത്. ബാങ്കിംഗ് വിദഗ്ധനായ ശ്രീ ആദികേശവൻ അത് വളരെ വ്യക്തമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നിലവിലെ വായ്പകളുടെ പലിശ നിരക്ക് കുറയും, അത് വളരെ വേഗത്തിൽ തന്നെ അത് പ്രാബല്യത്തിൽ വരും. അതേസമയം തന്നെ പുതിയ ലോൺ പാക്കേജുകളൊക്കെ വരാനുള്ള സാധ്യതയാണ്. നിർമ്മാണ മേഖലയിലൊക്കെ അതൊരു ഉണർവ് നൽകാനുള്ള സാധ്യതയുണ്ട്. ലോൺ എടുക്കാൻ ആലോചിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിൽ വായ്പ എടുക്കാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് വന്നേക്കാം ഈ തീരുമാനം. എന്താണ് അദ്ദേഹം വിശദീകരിച്ചത്. നന്ദി ഇത്രയും നേരം കാര്യങ്ങൾ പറഞ്ഞതിന്.